ലോ അക്കാദമിയുടെ നിർണായക ഡയറക്ടർ ബോർഡ് യോഗം രാത്രി 8 മണിക്ക് ചേരും. ലോ അക്കാദമി തുറക്കാൻ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിക്കും. അതേസമയം പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. വിദ്യാർത്ഥികളെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചു എന്ന പരാതിയിൽ ലക്ഷ്മി നായർക്കെതിരെ കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. വിശദാംശങ്ങളുമായി ജീവൻ കുമാർ ചേരുന്നു. ജീവൻ, നിർണായക യോഗമാണ് അല്പസമയത്തിനകം ചേരാൻ പോകുന്നത്. എന്ത് സൂചനയാണ് ലഭിക്കുന്നത്? ലക്ഷ്മി, സമരത്തിന് വിദ്യാർത്ഥികളുമായി നടത്തിയ അനൗദ്യോഗിക കൂടിക്കാഴ്ചയിലൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കപ്പെട്ട ഘടകങ്ങൾ എങ്ങനെ, ഒപ്പം മാറി നിന്ന് സമരം ഒത്തീർപ്പാക്കാനുള്ള സാധ്യത ലക്ഷ്മി നായരുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ? പ്രജീഷ്, തികച്ചും നിർണായകമായ യോഗമാണ് ഇനി കേവലം 1 മണിക്കൂർ മാത്രമുള്ളപ്പോൾ ഇനി ബാക്കി നിൽക്കുന്നത്. 1 മണിക്കൂറിനകം ലോ അക്കാദമിയുടെ മാനേജ്മെൻറ്റ്, അതിൻ്റെ ഡയറക്ടർ ബോർഡ് ഒന്നടങ്കം വിദ്യാർത്ഥി സംഘടനകളുമായി, തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തും. 8 മണിയോടുകൂടിയായിരിക്കും ലോ കോളേജിൻ്റെ ഉള്ളിൽ വെച്ചായിരിക്കും ചർച്ച നടക്കുക. പ്രധാനമായും ഏവരും ഇന്ന് ഉറ്റുനോക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ലക്ഷ്മി നായരുടെ രാജി അത് ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പരമപ്രധാനമായി എല്ലാവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെ ചില അഭ്യൂഹങ്ങൾ വൈകുന്നേരത്തോടു കൂടി ഇവിടെ പ്രചരിക്കുകയും ചെയ്തിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ യോഗം. 8 മണിയോടുകൂടി വിദ്യാർത്ഥി സംഘടനകളുമായി നടക്കാൻ പോകുന്ന യോഗം നിർണായകമാകുക. എന്നാൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു വിട്ടുവീഴ്ച ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാനാകുമോ എന്ന് പറയാനാവില്ല. കാരണം ഇപ്പോഴും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് മാനേജ്മെൻറ്റ് നേരത്തെ പറഞ്ഞ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇന്ന് വൈകുന്നേരം 8 മണിക്ക് നടക്കാൻ പോകുന്ന യോഗത്തിൽ എന്തുതരം നിർദ്ദേശങ്ങളാണ് മുൻപോട്ട് വെക്കാൻ പോകുന്നത് എന്നത് ഇനിയും അവ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിൻ്റെയും കോളേജ് തുറക്കുന്നതടക്കമുള്ള പ്രിൻസിപ്പൽ ലക്ഷ്മി നായരുടെ അടക്കമുള്ളവരുടെ ഭാവിയും പഠനവും നിരവധി വിദ്യാർത്ഥികളുടെ പഠനമടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയായിരിക്കും. ഇന്ന് വൈകുന്നേരം നടക്കുന്ന ചർച്ചയോടുകൂടിയായിരിക്കും. അല്പസമയങ്ങൾക്ക് മുമ്പ് ഒരു വിഭാഗം വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തകർ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. നിലവിൽ SC/ST ആക്ട് പ്രകാരം ലക്ഷ്മി നായർക്കെതിരെ ഒരു കേസ് പേരൂർക്കട പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ അടിയന്തരമായി ലക്ഷ്മി നായരെ അറസ്റ്റ് ചെയ്യണമെന്നതായിരുന്നു ഇന്ന് സമരം നടത്തിയ വിദ്യാർത്ഥികൾ, വൈകുന്നേരത്തോടുകൂടി സമരം നടത്തിയ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ സമരമനുഷ്ഠിക്കുന്ന BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം V. മുരളീധരൻ്റെ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP പ്രവർത്തകർ ഇന്ന് വൈകുന്നേരം പേരൂർക്കട ജംഗ്ഷൻ ഉപരോധിക്കുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിൽ തികച്ചും സ്ഫോടനാത്മകമായ നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് ഇന്ന് ഉണ്ടാവുന്നില്ല എങ്കിൽ ഒരുപക്ഷെ സമരത്തിൻ്റെ രൂപവും അതിൻ്റെ ശൈലിയും മാറാനുള്ള എല്ലാ സാഹചര്യവും നിലവിൽ ഇവിടെ ഉണ്ട്. വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി ലക്ഷ്മി നായരുടെ രാജിയിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്ന കൃത്യമായ നിലപാടുമായി മുൻപോട്ട് പോകുന്നു. മാനേജ്മെൻ്റ് ആണെങ്കിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിൽ കോളേജ് തുറക്കുന്നതിന് കൂടുതൽ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നതിനുള്ള ചില നീക്കങ്ങൾ ഉള്ളതായി ലഭ്യമായ ചില വിവരങ്ങൾ വരുന്നുണ്ട്. എന്തായാലും വിദ്യാർത്ഥി സംഘടനകൾ ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ്. ഇപ്പോഴും രാത്രി ഈ വൈകുന്നേരവും ഈ സമരപന്തലിൽ വലിയ വിദ്യാർത്ഥികളുടെ ഒരു വലിയ കൂട്ടം ഇപ്പോഴും ഇവിടെയുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ വിദ്യാർത്ഥി ഐക്യത്തിൻ്റെ പ്രവർത്തകർ നടത്തുന്ന സത്യാഗ്രഹവും പുരോഗമിക്കുകയാണ്. BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം V. മുരളീധരൻ നടത്തുന്ന നിരാഹാര സമരവും പുരോഗമിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് വൈകുന്നേരം 8 മണിക്ക് നടക്കുന്ന ഡയറക്ടർ ബോർഡ് അംഗങ്ങളും വിദ്യാർത്ഥി സംഘടനകളുമായുള്ള ചർച്ച ഇവിടെ പ്രസക്തമാകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന കൃത്യമായ നിലപാട് തന്നെ ഈ കാര്യത്തിൽ പറഞ്ഞു. ഇപ്പോൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി വിജിൻ ഇവിടെ സമരപന്തലിലുണ്ട്. നമുക്ക് വിജിനോട് തന്നെ ഇതിൻ്റെ ബാക്കി വിശദാംശങ്ങൾ ചോദിക്കാം. ഇന്ന് വൈകുന്നേരം 8 മണിക്ക് വിദ്യാർത്ഥി സംഘടനകളുമായി മാനേജ്മെൻറ്റ് യോഗം വിളിച്ചിട്ടുണ്ട്. മുൻപ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങളിൽ വിദ്യാർത്ഥികൾ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. വിദ്യാർത്ഥി സംഘടനകൾ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഇന്ന് വൈകുന്നേരം നടക്കുന്ന ചർച്ചയിൽ പ്രതീക്ഷയുണ്ടോ SFIക്ക്? ഇവിടെ SFI മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ലക്ഷ്മി നായർ എന്ന വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പ്രിൻസിപ്പാളിനെ അസ്ഥാനത്ത് മാറ്റുക അല്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകുക എന്നതാണ്. ഇന്ന് വൈകിട്ട് 8 മണിക്കാണ് നമ്മുടെ യോഗം പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ശക്തമായ സമരമാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. ഈ സമരത്തെ കണ്ടില്ലെന്നടിച്ച് മാനേജ്മെൻറ്റിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് വിളിച്ച ഈ യോഗത്തിൽ ഞങ്ങൾ പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം ഈ പ്രിൻസിപ്പാളിനെ പുറത്താക്കും വരെ സമരം ഞങ്ങൾ മുന്നോട്ട് പോകും. ഇവിടെ ഈ വിളിച്ച ചർച്ചയിൽ അതുമായി ബന്ധപ്പെട്ട ധാരണയായില്ലെങ്കിൽ
ലക്ഷ്മി നായർ എന്ന പ്രിൻസിപ്പാളിനെ മാറ്റാൻ ഇതിന്റെ മാനേജ്മെന്റ് തയ്യാറായില്ലെങ്കിൽ തുടർന്നും ശക്തമായ സമരമായി SFI മുന്നോട്ട് പോകും. അതുകൊണ്ട് വിദ്യാർത്ഥി സമരത്തിന് മുന്നിൽ മാനേജ്മെന്റ് ധാർഷ്ട്യം കാട്ടിക്കരുത് എന്ന് തന്നെയാണ് SFI ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ലക്ഷ്മി നായരെ മാറ്റാൻ, പുറത്താക്കാൻ അല്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകാൻ ഇതിന്റെ പ്രിൻസിപ്പാൾ തയ്യാറാകണം. അല്ലാത്ത പക്ഷം ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് SFI ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്നത്. പ്രജേഷ്, ഇത് തന്നെയാണ് പറയുന്നത്. ഈ സമരത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുടെയും അതിൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരുമെല്ലാം വളരെ കൃത്യമായ നിലപാട് ഇക്കാര്യത്തിൽ പറയുന്നു. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഈ കാര്യത്തിൽ തയ്യാറല്ല. പ്രഥമമായ പരിഗണന എന്നത് പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നത് തന്നെയാണ്. മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് ഫോർമുല തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് നിലപാടുമായി കൃത്യമായ വിദ്യാർത്ഥി സംഘടനകൾ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ സമരത്തിന് ഒരു ജനകീയ ഭാവം കൈവന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ജനകീയതയോടുകൂടി സമരം മുൻപോട്ട് പോവുകയും ചെയ്യുന്നു. വലിയ ബഹുജന പിന്തുണ സമരത്തിന് ലഭിക്കുന്നു. കേവലം ഒരു വിദ്യാർത്ഥി സമരമായി ആരംഭിക്കുകയും പിന്നീട് ഒരു വലിയ ബഹുജന മുന്നേറ്റമാകുകയും ചെയ്ത നിലവിലത്തെ ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് നടക്കുന്ന ചർച്ചയിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതീക്ഷയിലാണ്. എന്നാൽ മാനേജ്മെന്റാണ് യോഗം വിളിച്ചിരിക്കുന്നത്. മാനേജ്മെന്റ് യോഗം വിളിച്ചിരിക്കുന്നതിൽ മാനേജ്മെന്റിന് മുന്നിൽ ചില സമ്മർദ്ദങ്ങൾ നിലവിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് തന്നെ കണ്ടെത്തിയിരിക്കുന്ന ചില കണ്ടെത്തലുകൾ, അത് തീർച്ചയായും മാനേജ്മെന്റിന് സമ്മർദ്ദമുണ്ടാക്കാൻ തക്ക പര്യാപ്തമാവണ്ണമുള്ള കാര്യങ്ങൾ തന്നെയാണ് കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം കോളേജിന്റെ പ്രിൻസിപ്പൽ തന്നെ ഇത്തരത്തിൽ ഒരു പട്ടികജാതി പീഡന നിയമപ്രകാരം ഒരു കേസിൽ പ്രതിയാവുകയും ചെയ്തിരിക്കുന്നു. FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ മാനേജ്മെന്റിന്റെ മുന്നിൽ ഒരു സമ്മർദ്ദമായി ഉണ്ട്. അതടക്കം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാനേജ്മെന്റിനെ പിൻപോയിന്റ് ചെയ്യാനാണ് വിദ്യാർത്ഥി സംഘടനകൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ വിദ്യാർത്ഥികളെ ഏത് തരത്തിലായിരിക്കും ഒത്തുതീർപ്പ് ചർച്ചയ്ക്കുള്ള ഫോർമുല ഉണ്ടാവുക എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും നമ്മുടെ മുന്നിൽ കാര്യങ്ങൾ അവ്യക്തമാണ്. ഏത് തരത്തിലുള്ള ഫോർമുലയുമായിട്ടായിരിക്കും മാനേജ്മെന്റ് ഇന്ന് 8 മണിക്ക് നടക്കുന്ന ചർച്ചയിൽ മുൻപോട്ട് വെക്കുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ കേരളം തന്നെ ഉറ്റുനോക്കുന്നത് ഏത് തരത്തിലുള്ള ഫോർമുലയിലൂടെ ഈ കാര്യങ്ങൾ ഉരുത്തിരിയുമെന്നതാണ്. അതല്ല കൂടുതൽ ഇന്നും ഒത്തുതീർപ്പ് ഉണ്ടാവുന്നില്ല എങ്കിൽ നാളെ രാവിലെയോടുകൂടി വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് ദില്ലിയിൽ നിന്ന് മടങ്ങിയെത്തും. അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രി തന്നെ വിദ്യാർത്ഥി സംഘടനകളുമായും മാനേജ്മെന്റുമായും നേരിട്ട് ചർച്ച നടത്താനുള്ള സാധ്യതകൾ ഉരുത്തിരിയുകയാണ്. നിലവിൽ സിൻഡിക്കേറ്റിന്റെ ശുപാർശ അടങ്ങിയ ഫയൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ 8 മണിക്ക് നടക്കാൻ പോകുന്ന ചർച്ചയെ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നതും. പ്രജീഷ്, ജീവൻകുമാർ അവിടെ തന്നെ നിൽക്കുക, കൂടുതൽ വിശദാംശങ്ങൾ തേടുക. 8 മണിയുടെ ചർച്ച ഏറെ നിർണായകമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ മടങ്ങിയെത്താം. ലോ അക്കാദമിയിൽ നിർണായകമായ യോഗം, ഡയറക്ടർ ബോർഡ് യോഗം 8 മണിക്ക് ചേരും. ജീവൻകുമാർ ചേരുന്നു. ജീവൻ, 8 മണിക്ക് ഡയറക്ടർ ബോർഡ് യോഗം ചേരുമ്പോൾ ചില വസ്തുതകളൊക്കെ തന്നെ മനസ്സിലാക്കുമോ? പ്രത്യേകിച്ച് അവിടെ ഈ കേസ്, ജാമ്യമില്ലാ കേസ് ലക്ഷ്മി നായർക്കെതിരെ എടുത്തിരിക്കുന്നു. സമരം കൂടുതൽ ശക്തമാകുമ്പോൾ കോളേജ് അടഞ്ഞു തന്നെ കിടക്കുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ മുൻനിർത്തി ഡയറക്ടർ ബോർഡിലെ മറ്റംഗങ്ങൾ, മാനേജ്മെന്റ് പ്രതിനിധികളൊക്കെ തന്നെ ഉചിതമായ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ സാധ്യത? പ്രതീഷ്, 2 സാധ്യതകളാണ് ഈ കാര്യത്തിൽ മുൻപോട്ടുള്ളത്. ഒന്ന്, നിലവിൽ ഉയർന്നിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ലക്ഷ്മി നായരുടെ രാജിയോടുകൂടി അവസാനിക്കും എന്നതാണ് മാനേജ്മെന്റ് കണക്കുകൂട്ടുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം വരികയാണെങ്കിൽ, ലക്ഷ്മി നായർ രാജിവെക്കുകയാണെങ്കിൽ നിലവിൽ ഉയർന്നിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും താൽക്കാലികമായെങ്കിലും കെട്ടടങ്ങും എന്ന ഒരു പ്രതീക്ഷ ഉണ്ട്. എന്നാൽ അതിനോട് ആത്യന്തികമായി പ്രതികരിക്കേണ്ടത് മാനേജ്മെന്റും ലക്ഷ്മി നായരും തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ ഒരു സാധ്യത ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അല്ല എങ്കിൽ വിദ്യാർത്ഥി സമരം നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന BJPയുടെ അടക്കമുള്ള സമരങ്ങൾ തുടർന്നു പോവുകയും ചെയ്യും. അത് കൂടുതൽ കാര്യങ്ങൾ സംഘർഷത്തിലേക്കായിരിക്കും പോവുക. കാരണം ഇന്ന് സമരം ആരംഭിച്ചിട്ട് 20 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. സ്വാഭാവികമായും അതിനുശേഷം ഇവിടെ എത്തിയിട്ടുള്ള സമരത്തിന്, വിദ്യാർത്ഥി സമരം എന്നതിനപ്പുറത്തേക്ക് ഒരു ബഹുജന സമരമായി നിലവിൽ ഈ സമരം പരിണമിക്കുകയും ചെയ്തിരിക്കുന്നു. വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ, രാഷ്ട്രീയ കക്ഷി പ്രവർത്തകർ ഇവിടെ ഈ സമരപന്തലിലേക്ക് എത്തുന്നു, ദിനംപ്രതി എന്നോണം എത്തുന്നു. അവർ ഉയർത്തുന്ന ഈ സമരത്തിന് ഒരു ജനകീയ മുഖം കൈവരികയും ചെയ്യുന്നു. അതാകെ മാനേജ്മെന്റിന് തീർച്ചയായും സമ്മർദ്ദമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പോയിന്റുകൾ തന്നെയാണ്. അതോടൊപ്പം
ഇവിടെ ശ്രദ്ധിക്കേണ്ടതാവുന്ന മറ്റൊരു വസ്തുത എന്നത് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി നിലവിൽ ദില്ലിയിലാണുള്ളത്. അദ്ദേഹം ദില്ലിയിൽ നിന്ന് നാളെ രാവിലെയോടുകൂടി മടങ്ങിയെത്തും. അതിനുശേഷമായിരിക്കും ഈ കാര്യത്തിൽ ഔദ്യോഗികമായി ഇന്ന് നടന്ന ചർച്ചയിൽ ധാരണയാവുന്നില്ല എങ്കിൽ ഇനി ചർച്ചകൾ നടക്കുക. നിലവിൽ സർക്കാർ എന്നത് സർക്കാരിന് മുന്നിലുള്ളത് ഒരു ഏതെങ്കിലും തരത്തിൽ ഒരു 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 ഒത്തുതീർപ്പ് ഫോർമുല ഏത് തരത്തിൽ വെക്കാൻ കഴിയും. കാരണം ഇതൊരു പ്രൈവറ്റ് കോളേജാണ്. പ്രൈവറ്റ് കോളേജിന്റെ മാനേജറെ പ്രിൻസിപ്പലിനെ നിയമിക്കുന്നത് മാനേജറാണ്. ഏതെങ്കിലും തരത്തിൽ KER കേരളത്തിലെ ഇത്തരത്തിലുള്ള പ്രിൻസിപ്പലിനെ നിയമിക്കുന്നതിന് ചില നിയതമായ വ്യവസ്ഥകളുണ്ട്. പ്രത്യേകിച്ച് എയ്ഡഡ് കോളേജിലെ മാനേജറെ പോലും തീരുമാനിക്കുന്നതിന് ചില നിർദ്ദേശങ്ങൾ സർക്കാരിന് വെക്കാമെന്നതിനപ്പുറം അവരെ എത്രത്തോളം സമ്മർദ്ദം ചെലുത്താൻ കഴിയുമെന്നുള്ള കാര്യമാണ് ഈ കാര്യത്തിൽ ഉള്ളത്. പക്ഷേ എങ്കിൽ പോലും നിലവിൽ ഭൂമിയുടെ അടക്കമുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവരെ ഒരു പിൻ പോയിന്റിൽ നിർത്താൻ കഴിയുന്ന പര്യാപ്തമായ ചില തെളിവുകൾ ഈ കാര്യത്തിൽ ഉണ്ട് എന്നതാണ് സർക്കാർ വൃത്തങ്ങളടക്കം കരുതുന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി നായർ സ്വയമേവ രാജിവെക്കുകയാണെങ്കിൽ കുറേ പ്രശ്നങ്ങൾ അവസാനിക്കും. അല്ല എങ്കിൽ ചില സമ്മർദ്ദങ്ങൾ ആവശ്യമായി വരും. അതിന് ആവശ്യമായ ചില ഒത്തുതീർപ്പ് ചർച്ചകൾ ഔദ്യോഗികമായും അനൗദ്യോഗികമായും നടക്കേണ്ടതുണ്ട്. അങ്ങനെ അനൗദ്യോഗികമായ ചില ചർച്ചകൾ ഇന്നലെ ആരംഭം കുറിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ AKG സെന്ററിലേക്ക് വിളിച്ചു വരുത്തി CPMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഒപ്പം മന്ത്രി G സുധാകരൻ, വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് അടക്കമുള്ളവർ മാനേജ്മെന്റുമായി ഒരു ചർച്ച നിലവിൽ നടത്തിയിട്ടുണ്ട്. ആ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള ധാരണയായിട്ടില്ല. ഏറെ നിർണായകമായ ചർച്ച തന്നെയാണ് 8 മണിക്ക് ലോ അക്കാദമിയിൽ നടക്കാൻ പോകുന്നത്. നിർണായകമായ ഡയറക്ടർ ബോർഡ് യോഗം. ഈ യോഗത്തിന് ശേഷമായിരിക്കും നിലവിലെ സമരങ്ങളുടെ രീതിയും ഒപ്പം തന്നെ കോളേജ് തുറക്കുമോ ഇല്ലയോ ഒക്കെ അറിയാൻ കഴിയുക. ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ സ്ഥാനമൊഴിയുന്നത് സംബന്ധിച്ച് ഡയറക്ടർ ബോർഡിന് തീരുമാനമെടുക്കാമെന്ന് ഡയറക്ടർ ബോർഡ് അംഗം നാരായണൻ നായർ വ്യക്തമാക്കിയ വാക്കുകളിലേക്ക്. അതല്ലേ പറഞ്ഞത്, ഞങ്ങളുടെ മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. ഇന്ന് 8 മണിക്ക് നമുക്ക് ആലോചിക്കാം. റിപ്പോർട്ട് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. ചോദ്യം ചെയ്യാൻ നീങ്ങുന്നുണ്ടോ? ഇല്ല, റിപ്പോർട്ട് ചോദ്യം ചെയ്യാൻ നീങ്ങുന്നുണ്ടോ? ഇല്ല, നീങ്ങുന്നില്ല. ഞങ്ങളിത് തീർക്കാൻ വല്ല മാർഗമുണ്ടോ നോക്കാൻ 8 മണിക്ക്. ലോ കോളേജ് വിഷയത്തിൽ ഉപസമിതി റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചിട്ടുണ്ടെന്നും നാളെ തന്നെ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ്. ഉപസമിതി റിപ്പോർട്ട് ഇന്ന് രാവിലെ 11 മണിക്കാണ് സർക്കാരിന് ലഭിച്ചതെന്നും റിപ്പോർട്ട് പഠിച്ച ശേഷം നടപടിയിലേക്ക് കടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ കാലത്ത് അത് കൂടുതൽ വിശദമായിട്ട് പഠിച്ച് ഈ സമരം തീർക്കത്തക്ക രീതിയിലുള്ള ഉചിതമായിട്ടുള്ള നടപടികൾ എടുക്കും. ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരം പൊതുപ്രശ്നമെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ. സമരം നീണ്ടുപോകാൻ പാടില്ല. സമരം അവസാനിപ്പിക്കാനായി അധികൃതർ നടപടിയെടുക്കണം. അക്കാദമിയിലെ അധിക ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്നും VS തിരുവനന്തപുരത്ത് പറഞ്ഞു. ഈ ആവശ്യം ഉന്നയിച്ച് VS റവന്യൂ മന്ത്രിക്ക് കത്തയച്ചു. ലോ അക്കാദമിയുടെ സമരം അങ്ങനെ നീളാൻ പാടില്ല. അതിന് ബന്ധപ്പെട്ട അധികാരികൾ ഗൗരവമായി നടപടി സ്വീകരിച്ചാൽ അത് അങ്ങനെ നീണ്ടുപോകുന്നത് ഒഴിവാക്കാൻ കഴിയും. അധികാരപ്പെട്ടവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തികൾ തന്നെ അവർക്ക് കീഴടങ്ങുന്ന സമീപനമെടുത്താൽ അത് വിജയിക്കാൻ ഇടയില്ല. അത് ഉണ്ടാവാതിരിക്കാനുള്ള ആവശ്യമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തിയായി ഉയർന്നു വരേണ്ടത് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ആവശ്യത്തിലേറെയുള്ള ഭൂമി തിരിച്ചെടുക്കണം. ഗവൺമെന്റ് ഭൂമിയാണത്. പൊതു പ്രശ്നമാണല്ലോ അത്. ലോ അക്കാദമിയിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി. പരാതി ഉയർന്നു വന്നാൽ പരിശോധിക്കുമെന്നും മന്ത്രി E ചന്ദ്രശേഖരൻ. പ്രഥമ പരിഗണന വിദ്യാർത്ഥി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ മുമ്പിൽ, റവന്യൂ വകുപ്പിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു വിഷയം ഇപ്പോൾ ആരും കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ ഒരു ആലോചന നടത്തേണ്ട കാര്യമില്ല. ഇപ്പോൾ അവിടുത്തെ വിഷയം വിദ്യാഭ്യാസ പ്രശ്നമാണ്. ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ നടക്കുകയാണ്. അതിന് പരിഹാരമുണ്ടാക്കട്ടെ. സ്വാശ്രയ മേഖലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സർവകക്ഷി യോഗം വിളിക്കണമെന്ന് KPC അധ്യക്ഷൻ VM സുധീരൻ. ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ 5 വർഷത്തേക്ക് ഡീബാർ ചെയ്ത സാഹചര്യത്തിൽ അവർ രാജിവെക്കുകയാണ് ധാർമ്മികതയെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. സർക്കാരിന് സിൻഡിക്കേറ്റ് റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മോശമായി പ്രവർത്തിക്കുന്ന സ്വാശ്രയ സ്ഥാപനങ്ങൾക്ക് കടിഞ്ഞാൺ ഇടേണ്ടിടത്ത് കടിഞ്ഞാൺ ഇട്ടേ മതിയാകൂ. അതിന് ആസ്പദമായ കാര്യങ്ങളിൽ ഒരു സമവായം ഉണ്ടാകണം. അതിനാണ് ഒരു സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടണം എന്ന് ആവശ്യപ്പെടുന്നു. യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് പ്രിൻസിപ്പലിൽ തന്നെ അവിശ്വാസം രേഖപ്പെടുത്തി നേരത്തെ വിദ്യാർത്ഥികളുടെ വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ട ആ പ്രിൻസിപ്പൽ
ഇനിയും ആ സ്ഥാനത്ത് കടിച്ചു തൂങ്ങി നിൽക്കരുത്. ലോ അക്കാദമി വിഷയത്തിൽ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ നിരാഹാര സമരമെന്ന് കെ മുരളീധരൻ. വ്യാഴാഴ്ച മുതൽ സമരം തുടങ്ങുമെന്ന് മുരളീധരൻ പറഞ്ഞു. സിൻഡിക്കേറ്റ് യുവസമിതിയുടെ റിപ്പോർട്ട് സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം ആ ക്യാബിനറ്റിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും. 48 മണിക്കൂറായിട്ടും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ല എങ്കിൽ സ്ഥലം MLA എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു കാഴ്ചക്കാരനായിട്ട് നോക്കി നിൽക്കാൻ സാധ്യതയില്ല. മറ്റന്നാൾ ക്യാബിനറ്റ് കഴിഞ്ഞതിന് ശേഷവും ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല എങ്കിൽ 2-ാം തീയതി മുതൽ അനിശ്ചിതകാല നിരാഹാരം നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. സ്വാശ്രയ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഭയാശങ്കകളില്ലാതെ പഠിക്കാൻ അവസരമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വൈസ് ചാൻസലർമാരുടെ യോഗം വിളിച്ചിട്ടുണ്ടെന്നും സ്വാശ്രയ കോളേജുകളുടെ നടപടികളിൽ വിദ്യാർത്ഥി സമൂഹം അസംതൃപ്തരാണെന്ന കാര്യം സർക്കാർ മനസ്സിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഗൗരവത്തോടെയാണ് ഈ കാര്യങ്ങളെ സർക്കാർ കാണുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യമായ വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള അവസ്ഥ ഉണ്ടാകുമെന്നും പിണറായി പറഞ്ഞു. ലോ അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ കെട്ടിടങ്ങൾക്ക് നമ്പർ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഡയറക്ടർ നാരായണൻ നായർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്തിയ അദാലത്തിൽ എത്തി. എന്നാൽ അപേക്ഷ കോർപ്പറേഷൻ തള്ളി. കൃത്യമായ രേഖകളില്ലാതെ സമർപ്പിച്ചതിനാലാണ് അപേക്ഷ തള്ളിയതെന്ന് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു. പാമ്പാടി നെഹ്റു കോളേജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ജിഷ്ണു പ്രണോയിയുടെ മാതാവ് മഹിത അശോകൻ നൽകിയിരുന്ന പരാതിയിന്മേൽ സത്വര നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിരുന്നതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. പരാതി ലഭിച്ചയുടൻ അന്വേഷണം ഊർജിതപ്പെടുത്തി നടപടികൾ സ്വീകരിച്ച് റിപ്പോർട്ട് നൽകാൻ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതനുസരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. മാത്രമല്ല, വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയ നിവേദനത്തിലെ ആവശ്യവും ഇതേ അന്വേഷണത്തിന്റെ പരിധിയിൽപ്പെടുത്താനും പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നുവെന്നും ഓഫീസ് അറിയിച്ചു. BCCIയുടെ ഇടക്കാല സമിതി ചെയർമാനായി മുൻ CAG വിനോദ് റായിയെ സുപ്രീംകോടതി നിയമിച്ചു. എഴുത്തുകാരനും ചരിത്രകാരനുമായ രാമചന്ദ്ര ഗുഹ, IDFC ബാങ്ക് MD വിക്രം ലിമായെ, വനിതാ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ ഡയാന എഡുൻജി എന്നിവരാണ് ഭരണസമിതിയിലെ മറ്റംഗങ്ങൾ. BCCIയുടെ ഇടക്കാല ഭരണസമിതിയിലേക്ക് പേരുകൾ നിർദ്ദേശിക്കാൻ സുപ്രീംകോടതി ആമിക്കസ് ക്യൂറിയെ നിയമിച്ചിരുന്നു. എന്നാൽ ആമിക്കസ് ക്യൂറി സമർപ്പിച്ച 9 അംഗ പട്ടികയിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തുകയും BCCIയോടും കേന്ദ്ര സർക്കാരിനോടും കൂടി പേരുകൾ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. ലോധ കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിക്കാത്തതിനെ തുടർന്ന് ജനുവരി 2-നാണ് BCCI ഭരണസമിതി സുപ്രീംകോടതി പിരിച്ചുവിട്ടത്.